ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം ഉപാസ്മഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. கண்ணுதலான் தன் கருணை கண்காட்ட வந்து எய்தி எண்ணுதற்கு எட்டா ஏழில் ஆர்கழல் இறைஞ்சி விண்ணிறைந்து மண்ணிறைந்து மிக்காய் விளங்கு ஒளியாய் என் இறைந்து இல்லை இல்லாதேனே நின் பெருஞ்சீர் பொல்லா வினையேன் புகழுமார் ஒன்று அறியேன். புல்லாகி பூண்டாய் புழுவாய் மரமாகி பல்விருகமாகி பறவையாய் பாம்பாய் கல்லாய் மனிதராய் பேயாய் கணங்களாய் வல்லசுரராகி முனிவராய் தேவராய் செல்லா நின்றே தாவர ஜங்கமத்துள் எல்லா பிறப்பும் பிறந்து இளைந்தேன் எம்பெருமான் மெய்யே உன் பொடிகள் கன்று இன்று வீடுற்றேன். പ്രാരബ്ധത്തിൻ്റെ വിനയിൽ നിന്നും നമ്മളെ കരകയറ്റണത് ഭഗവത് നാമമാണ്. ഭഗവത് നാമം നമ്മളെ ചിത്തത്തിനെ ശുദ്ധമാക്കണം. ശുദ്ധമായ ചിത്തം ആത്മാവായി തന്നെ പ്രതിഫലിക്കണം. ചന്ദ്രനെ സൂര്യൻ്റെ പൂർണ്ണമായ വെളിച്ചം എപ്പോൾ ചന്ദ്രനിൽ പ്രതിഫലിക്കണതോ ആ ചന്ദ്രനെ നമുക്ക് സൂര്യനെ പോലെ കാണാൻ കഴിയും. അതുപോലെ ഈ മനസ്സ് എപ്പോഴാണോ ആത്മാവിൻ്റേതായിട്ടുള്ള വെളിച്ചം പൂർണ്ണമായി അടിക്കണത്, മനസ്സ് ആത്മാവായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ തമൈവൈകം ജാനത ആത്മാനം അന്യാവാചാ വിമുഞ്ചത. എല്ലാം കാണണതിനെ എല്ലാം ആത്മാവായിട്ട് തന്നെ അറിയാം. എപ്പോ തത്വത്തെ ഉണർന്നതിന് ശേഷം, അന്യത്തിനെ കാണാതിരിക്കുമ്പോൾ, അന്യത്തിനെ കേൾക്കാതിരിക്കുമ്പോൾ. അന്യാവാചാ വിമുഞ്ചത, അന്യത്തിൻ്റെ വാക്ക് അല്ലേ, തന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുൾ ഉണ്ട് എന്ന് കേൾക്ക കൂടെ ഇല്ലാതെ അന്യത്തിനെ കേൾക്കാതിരുന്നാൽ, തൻ്റെ സ്വരൂപത്തെ പറ്റി മാത്രം കേട്ട് തൻ്റെ സ്വരൂപമാണ് ഈശാവാസ്യം ഇതകും സർവം, ഈ സർവവും എൻ്റെ സ്വരൂപമാണ് കാണണത്, എൻ്റെ സ്വരൂപത്തിൻ്റെ റിഫ്ലക്ഷനാണ് കാണണത് എന്ന് അറിഞ്ഞ അമൃതസ്യ യേശ സേതുഹു, അത് അമൃതത്വത്തിലേക്കുള്ള സേതുവാണ്, ബ്രിഡ്ജാണ്. വിണ്ണിറൈந்து മണ്ണിറൈந்து മിക്കായി വിളങ്ക് ഒളിയായി. ഭഗവാൻ എവിടെ നിൽക്കണു? എല്ലായിടത്തും നിൽക്കണു. മിക്കായി, അതിനപ്പുറത്ത് ഭഗവാൻ ആര് എന്ന് അനുസന്ധാനം ചെയ്ത് നോക്കിയാ വിളങ്ക് ഒളിയായി ഭഗവാൻ ഒരു പ്രകാശമാനമായ രൂപത്തിലിരിക്കും. തേജസ്വി എന്ന് പേര്, പ്രകാശം. ഭഗവാൻ വാസ്തവത്തില് പ്രകാശസ്വരൂപമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധകാരത്തിനെ അകറ്റണത് എന്നർത്ഥം. എപ്പോ പ്രകാശം വരണോ അന്ധകാരം ലവലേശം അവിടെ കാണില്ല.
ആ പ്രകാശമോ എൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടിനെ കൂടെയും എൻ്റെ സ്വരൂപം പ്രകാശിപ്പിക്കണം. അല്ലെ, ഇരുട്ടിനെ, സൂര്യനെ ഒരു കാലത്തും ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. കാരണം സൂര്യന്റെ തൊട്ടടുത്ത് ഇരുട്ടില്ല. സൂര്യൻ ഇരുട്ടിനെ കണ്ടിട്ടില്ല, ഇരുട്ട് സൂര്യനെ കണ്ടിട്ടില്ല. രണ്ടുപേരും തമ്മിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആത്മാവാകുന്ന ജ്യോതി സൂര്യനെയും പ്രകാശിപ്പിക്കണു, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കണു, വെളിച്ചത്തിനെയും പ്രകാശിപ്പിക്കണു, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കണു. അതുകൊണ്ട് തന്നെ ഇതിനു മാത്രമുള്ള ഒരു പ്രത്യേക കഴിവ് എന്താന്ന് വെച്ചാൽ കാണുന്നതിനെല്ലാം പ്രകാശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ആരുടെ കഴിവാന്ന് വെച്ചാൽ ഭഗവാന്റെ. മിക്കായി വിളങ്ക് ഒളിയായി, അത് സ്വയമേവ വിളങ്ങുന്ന ഒരു ദീപമാണ്, ഒരു ജ്യോതിയാണ്, പ്രകാശമാണ് ഭഗവാൻ. എൻ ഇറൈന്ത് എല്ലൈ ഇല്ലാതേനേ നിൻ പെരുഞ്ചീർ. ആ ഭഗവാനോ എല്ലയില്ലാതിരിക്കണു, അതിവേലം, എല്ലായിടത്തും നിറഞ്ഞിരിക്കണ പൊരുൾ. ഒരു ബലൂൺ എടുത്ത് നമ്മൾ ബലൂണില് കാറ്റ് നിറച്ചാൽ അതിലെവിടെയാണ് എയർ ഇല്ലാത്തത്? എല്ലായിടത്തും എയർ നിറഞ്ഞിരിക്കണം, അല്ലേ? ഒരേ കാറ്റ്, ഒന്ന് വ്യത്യാസമൊന്നുമില്ല, ഒരേ കാറ്റ് എല്ലായിടത്തും നിറഞ്ഞിരിക്കണം. ഈ ബലൂൺ പൊട്ടിയാൽ കൂടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കണം. അപ്പൊ അതിന് വിത്തൗട്ട് എനി ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അത് തന്നെ ഉള്ളൂ. വി ഓൺലി ക്രിയേറ്റിംഗ് ബൗണ്ടറി നമ്മളാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണു? ബൗണ്ടറി വെച്ചിട്ട് സഫർ ചെയ്യണു, അല്ലെ? ലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അൺലിമിറ്റഡ് ആയ നമുക്ക് ദുഃഖമേ ഇല്ല. നമ്മൾ ഡെവലപ്ഡ് ആയി നമ്മൾ ലിമിറ്റഡ് ആയി പോകണം. ഇവിടുന്ന് അവിടെ പോകണമെങ്കിൽ നമുക്ക് പാസ് വേണം, ഇത് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം ഡെവലപ്മെന്റിലൂടെ കിട്ടില്ല. സ്വാതന്ത്ര്യം നമ്മൾ ഏതൊക്കെയാണോ നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നത്, ആ പിടിച്ചു വച്ചിരിക്കുന്നതിനെ വിട്ടാലാണ് സ്വാതന്ത്ര്യം. പിടിച്ചു വച്ചിരിക്കുന്നതിനെയാണ്, അതിൽ നിന്നുള്ള സഫറിംഗ് ആണ് പ്രാരാബ്ധം. അതുകൊണ്ട് ആ പ്രാരാബ്ധത്തിനെ വിടണമെങ്കിൽ സത്വസ്തുവിൽ പിടിച്ചു വയ്ക്കുക, സത്വസ്തുവിലേക്ക് മനസ്സ് തിരിയുക. അപ്പോൾ ഈ പ്രാരാബ്ധത്തിൽ ഒട്ടിയിരിക്കണ മനസ്സ്, അല്ലെ, ഈ പ്രാരാബ്ധം ഭുജിച്ച് നിൽക്കണ മനസ്സ് നേരെ ഈ സത് വസ്തുവിലേക്ക് പോയി അറ്റാച്ച്ഡ് ആവും. എന്തുകൊണ്ട് പോയി അറ്റാച്ച്ഡ് ആവണമെന്ന് പറഞ്ഞാൽ എത്രയോ കാലത്തെ വിഷമം, എത്രയോ കാലത്തെ ദുഃഖം നിൽക്കണം. പുല്ലായി പൂണ്ടായി പുഴുവായി മരമാകി പൽവിരുകമായി. എത്രയോ കാലം പുല്ലായി നിന്നു, മരമായി നിന്നു. പൂണ്ടെന്ന് പറഞ്ഞാൽ ചെടി എന്നർത്ഥം. പെരുവൃക്ഷമായിട്ട് ചലിക്കാതെ നിന്നു, എവിടെയും പോവാതെ ചലിക്കാതെ നിന്നു. പല മൃഗങ്ങളായി നമ്മൾ ജനിച്ചു. ഇപ്പൊ കൂടെ നമുക്ക് നമ്മൾ മൃഗങ്ങളാണോ മനുഷ്യനാണോ കൂടെ നമുക്ക് അറിയില്ല, അല്ലേ? പ്രവൃത്തി കണ്ട മകനെ അച്ഛൻ കൊല്ലണു, അച്ഛനെ മകൻ കൊല്ലണു. മൃഗീയമായ വാസനകള്, അല്ലെ? നമ്മളെ ധർമ്മത്തില് ആചരണമില്ല, അനുഷ്ഠാനമില്ല, മുതിർന്നവരെ ബഹുമാനിക്കണില്ല. ഈ കേരളത്തിൽ കുറച്ചും കൂടെ സാക്ഷരത നേടിയവരായതുകൊണ്ട് ആരെയും ബഹുമാനിക്കലില്ല. ഇപ്പൊ UP-യിലൊക്കെ പോയാൽ, കാശി ഭാഗത്തൊക്കെ പോയാൽ, അവിടെയൊക്കെ വീടുകളിൽ നമ്മൾ പോയാൽ തന്നെ അവര് മക്കളും ഒക്കെ വന്ന് നമസ്കാരം ചെയ്തു വരവേക്കും. ആരോ ആയിക്കോട്ടെ, ഗസ്റ്റ് വന്ന, അതിഥി വന്ന അതിഥിയെ എങ്ങനെ സത്കരിക്കാമെന്ന് അവർക്കറിയാം. പക്ഷെ കേരളത്തിലോ ഇപ്പൊ പണ്ഡിതന്മാരെക്കാളും പണ്ഡിതന്മാരുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസ്കാരമില്ല, ഉള്ള സംസ്കാരം കൂടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പൽവിരുകമാകി, പല മൃഗമായി നമ്മൾ ഇരുന്നു.
പറവയായി, പാമ്പായി, കല്ലായി, മനിതനായി, പേയായി, കണങ്ങളായി, ഓരോന്ന് സങ്കല്പം ചെയ്തു അല്ലെ. ഒരു പുല്ല് സങ്കല്പം ചെയ്തു, എനിക്കൊരു ചെടിയായി മാറിക്കൂടെ. ആ സങ്കല്പത്തിന്റെ ഫലം ഭഗവാന് വള്ളൽ എന്നു പേര് വാരിക്കോരി കൊടുക്കണമെന്നർത്ഥം. വള്ളൽ പെരുമാൻ. ചോദിക്കണതിനൊക്കെ കൊടുക്കണോ ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്യണോ? നീ ഒരു ചെടിയാവൂ. ചെടിയായിട്ട് നിൽക്കുമ്പോൾ വിചാരിക്കും എന്നെക്കാളും തടി വെച്ചത് ഒരു മരം നിൽക്കണമല്ലോ, ഞാൻ മരമായാൽ എങ്ങനെ ഇരിക്കും നോക്കി മരമായി. മരങ്ങളായി നിൽക്കുമ്പോൾ എത്രയോ മൃഗങ്ങൾ വന്ന് ആ മരത്തിന്റെ അടുത്ത് ചുവട്ടിലൊക്കെ കിടക്കണു. ഈ മൃഗമായിരുന്നെങ്കിൽ എന്ന് തോന്നി, മൃഗമായി മാറി. നോക്കുമ്പോ ഈ പറവകളൊക്കെ പോണത് കാണും അല്ലെ. മൃഗങ്ങൾ നോക്കുമ്പോൾ പറന്നു നടക്കണു. അവർക്കൊന്നും ഈ ഭൂമിയിലെ വിഷമമേ ഇല്ല എന്ന് വിചാരിച്ച് പറവയായി നോക്കി. പറവയായപ്പോഴും ഒന്നും സഫറിങ് മാറണില്ല. പാമ്പാകി അല്ലെ, എഴഞ്ഞ് പൊത്തിലിരുന്ന എല്ലാത്തിൽ നിന്നും പോയി പൊളിച്ച് പൊത്തിൽ പോയിരുന്ന രക്ഷപ്പെടുമെന്ന് നോക്കണോ, അതിലും രക്ഷയൊന്നുമില്ല. പാമ്പുകൾക്കും രക്ഷയൊന്നുമില്ല. പന്നഗേഭ്യോഭിരക്ഷതു. മഹാഭാരതത്തില് തക്ഷകൻ എവിടെ പോയി? ഇന്ദ്രന്റെ അടുത്ത് പോയി അല്ലെ. ഇന്ദ്രന്റെ പദവിയൊക്കെ കണ്ടപ്പോ ഇന്ദ്രൻ, ദേവാദിദേവൻ ഇന്ദ്രനെ രണ്ട് പുകഴ്ത്തൊക്കെ പുകഴ്ത്തിയപ്പോ ഇന്ദ്രൻ, നീ നിൽക്കൂ, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തില് ഇന്ദ്രന് ഹാനി വന്ന സമയത്ത് പാമ്പിന്റെ പിടി പതുക്കെ വിട്ടുകൊടുത്തു. അനിപ്പൊക്കെയാണെന്നും പറഞ്ഞപ്പോ ഈ യാഗത്തിലേക്ക് വരണ വഴി ആസ്തികെന്ന ഒരു സാത്വികമായിട്ടുള്ള ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു കുട്ടി അവരെല്ലാം അതിൽ നിന്ന് രക്ഷിച്ചു. ആ സത്യം ധർമ്മത്തിലൂടെ. പാമ്പായി, അപ്പോ അതായി നിന്നപ്പോഴും ഒന്നും സങ്കല്പം വന്നില്ല. എന്നാ പിന്നെ കല്ലായിട്ട് നിന്ന ഒരു ഉപദ്രവം ഇല്ലാന്ന് വിചാരിച്ചു. ഇപ്പൊ നോക്കൂ, കല്ലൊക്കെ പൊടിച്ച് വീടുകളാക്കി വെച്ച് സംസാര ദുഃഖം അവർക്കും വരണം. എവിടെയെങ്കിലും ഒരു പാറയോ വല്ലതും കണ്ടാൽ അത് പിന്നെ കാണാനേ പറ്റില്ല നമുക്ക്. വൺ സൈഡ് യാത്രയിൽ ഒരു പാറ കണ്ടു എന്ന് വെച്ചോളൂ, തിരിച്ചു വന്ന. അതുകൊണ്ട് നമ്മുടെ പൂർവികർ ഇത് നേരത്തെ അറിഞ്ഞാണ് ഈ മലകളെ പോലും ഈ പ്രകൃതിയൊക്കെ ആരാധന എന്നൊരു സമ്പ്രദായം വച്ചിരിക്കുന്നത്. നാളെ ഇതെല്ലാം കവർന്ന് തിന്നും അവർക്കറിയാം അല്ലെ. കല്ലായി ചില മനുഷ്യരൊക്കെ എത്ര പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. കാരണം കല്ല്, അവരുടെ നെഞ്ചിൽ കല്ലാണോ ഹൃദയമുണ്ടോ ഒന്നും കൂടെ അറിയില്ല. പക്ഷെ ആ ഹൃദയത്തെ കൂടെയും ആ കല്ലിനെ കൂടെയും പിഴിഞ്ഞ് ചാറാക്കാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് വെച്ചാൽ ഭഗവാനുണ്ട്. കല്ലായി എന്നാ പിന്നെ മനുഷ്യനാവാം, വിവേകത്തോടു കൂടി ജനിക്കാന്ന് വിചാരിച്ചു. മനിതരായി, പേയായി, കണങ്ങളായി. മനുഷ്യരായിരിക്കുമ്പോ തന്നെ പേ പിടിച്ചു മനുഷ്യർക്ക്. എന്താ, മനുഷ്യരായപ്പോ കുറെ കാശ് വേണം അല്ലെ, പേയ്മെന്റ്. എവിടെ കടിച്ചാ പേ കിട്ടും എന്ന് നോക്കണം. ഒരു അമ്മയെ പേപ്പട്ടി കടിച്ചു. പേപ്പട്ടി കടിച്ച് അവര് ഡോക്ടറെ വിളിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് പേപ്പട്ടി കടിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവ് വിളിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ ശരി നോക്കട്ടെ. തിരിച്ചു വന്നപ്പോ ഇവരൊന്നും ഒരു ബഹളമോ ഒന്നും കാണാനില്ല. നോക്കിയപ്പോ ഒരു റൂമിനകത്തിരുന്ന് ഈ അമ്മ കുറേ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഇവരെ കണ്ടിട്ട് അത്ര ലക്ഷണം അങ്ങനെ തോന്നണില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടർ, ഞാൻ കണ്ടതാണ്, ഇത് പേപ്പട്ടി കടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പോയിട്ട് നോക്കി, ഇതെന്താ എഴുതണമെന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഏതൊക്കെയോ ആൾക്കാരുടെ പേരിന്റെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കണം. എന്താന്ന് ചോദിച്ചാ ആരൊക്കെ കടിക്കണം എന്ന്, ആരൊക്കെ ഉള്ളിലല്ലേ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് എന്റെ പോക്കറ്റിലാക്കാൻ പറ്റും നോക്കണൂല്ലേ. അതാണ് പേ ബാധിച്ചിരിക്കണോ നമുക്ക്. അതാണ് പേയാകി അല്ലെ. പേ എന്ന് പറഞ്ഞാൽ ഇതാണ് ബുദ്ധിമുട്ട് അല്ലേ. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കൽ, ഇതാണ് പ്രേതം ചെയ്യണത്. പ്രേതം ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ വിചാരിക്കണം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ആരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ജീവിച്ചിരിക്കണം പ്രേതങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആവാനാ പാട്. പേയായി, കണങ്ങളായി, അതുപോലെ പല യക്ഷൻ, കിന്നരൻ, ഗന്ധർവൻ, ഭൂതങ്ങളായി ഇതൊക്കെ നമ്മൾ എത്ര കാലം ഇരുന്നു ഒന്നും അറിയില്ല. ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പൂർവത്തിനെ മറച്ചു വെക്കണം.
ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ, അതും മറച്ചു വെച്ചിരിക്കുന്നു. അല്ലെ, നമ്മൾ പോയി ഞോണ്ടി ഞോണ്ടി ചോദിക്കണം. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഭഗവാനെ ഈ പുനർജന്മം എന്നൊന്നത് ഉണ്ടോ ഭഗവാനെ ചോദിച്ചു. അപ്പൊ ഭഗവാൻ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ജന്മം ഉണ്ടെന്നേ വിചാരിച്ചു വെച്ചിട്ടില്ല, ഈ ജന്മം ഉണ്ടെന്ന് കൂടെ ഞാൻ വിശ്വസിക്കണില്ല, പിന്നെ എൻ്റെ അടുത്താണോ പുനർജന്മം ചോദിക്കുന്നത്? നീ ഇനി ജന്മം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കണ്ട, ഒരു ജന്മവും ഈ ജന്മവും നീ നിഷേധം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സാധന ചെയ്തോളാം. അല്ലേ, ഇനി ഒരു ജന്മമുണ്ടോ ഇത് അറിഞ്ഞു വെച്ചാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടും. ഞാൻ കഴിഞ്ഞ ജന്മം കണ്ടുപിടിച്ചു, ഒന്നും കിട്ടില്ല അല്ലേ, അതേ നീ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു എക്സ്ട്രാ വിഷമം കൂടെ കാണും. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നീ മരമായിട്ടാണോ പുഴുവായിട്ടാണോ ഒക്കെ നിന്നാ അതൊരു വിഷമമായിട്ട് നിൽക്കും. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിഞ്ഞാൽ കൂടെയും വിഷമമായിരിക്കും. ഭഗവാൻ എന്ത് ചെയ്യണം? തിരോധാനകരി ഈശ്വരേ, ദേവി മായയെ കൊണ്ട് ഇതിനെ രണ്ടിനെയും മറച്ചു വെക്കണം. മായയെ കൊണ്ട് രണ്ടിനെയും മറച്ചു വെക്കണം. പേയ് കണങ്ങളായി വൽ അസുരരായി മുനിവരായി തേവരായി അസുരന്മാരായി മാറി. അല്ലേ, മനുഷ്യരായ തന്നെ നമുക്ക് ആസുരിക ഭാവം വരും. ആസുരിക ഭാവത്തിലൂടെ നമ്മൾ അസുരന്മാരായി മാറും. ആസുരിക ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാം നമ്മൾ എന്തു പറയണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഭഗവാൻ കൊണ്ട് നിർത്തും നമ്മളെ. നമ്മൾ എന്തിനെയാണോ കൂടുതൽ എതിർക്കണത്, അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലൊക്കെ എതിർക്കണവരെ സൂക്ഷിച്ചോളുക. അവർ ഫോൾ ഇൻ ടു സ്പിരിച്വാലിറ്റി. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചില നമുക്കൊക്കെ പണ്ടേ സ്പിരിച്വൽ ടോക്സ് ഒക്കെ വീട്ടിലിട്ട് തരുമ്പോഴേ നമ്മൾ പറയും, ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുമോ എന്ന് ചോദിക്കും. ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കണമെങ്കിൽ എന്ത് വേണം? ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് ഇത് കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പവർ എന്താ? ശ്രവണാഭിഹി ബഹുബരിയോന ലബ്ധിഹി എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ, ഇത് എപ്പോ കേട്ടിരിക്കണോ ഇത് ഉള്ളിൽ കിടന്ന് ഈ സീഡ് വളരും. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബി കെയർഫുൾ. അല്ലേ, നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ട് കുട്ടികൾ അറിയാം. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിന് അങ്ങോട്ട് നമ്മളെ പോലെ ഇന്ന് കാശ് വേണം, 100 രൂപ വേണം, 500 രൂപ വേണം, ലോൺ അടയ്ക്കാൻ കാശ് വേണം, ഇങ്ങനെ ചിന്തയൊന്നും ഇല്ല അവർക്ക്. അവര് ഫ്രീ ആണ്, അവര് ഷാർപ്പാണ്, അവരുടെ ബുദ്ധി ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണ ഓരോ ചെറിയ വാക്ക് കൂടെ അവരുടെ ഉള്ളിൽ നല്ല പോലെ സേവ് ആവും. എൻ്റെ കുട്ടിക്കാലത്തിൽ നോക്കിയാൽ ഈ പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും ഒക്കെ സി ഡി ആയിട്ട് വാങ്ങിച്ചു വെച്ച് വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെയധികം എതിർക്കും. പക്ഷെ ആരാണോ ആ CD-യിലൂടെ എനിക്ക് ഉള്ളിൽ ആ സീഡ് തന്നത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മളിരിക്കും. ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുമോ എന്ന് പറഞ്ഞ കാര്യം കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അതിട്ടിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുമോ എന്ന് പറഞ്ഞു. ചിലതൊക്കെ അല്ലെ, സ്പിരിച്വാലിറ്റിയെ കൂടെ നമ്മൾ എതിർത്താൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ അതിശക്തമായിട്ട് വരും. സാധാരണ പോലെ ഏതോ പോലെയല്ല, ശക്തമായിട്ട് നമ്മൾ വരും. അതുകൊണ്ട് ഒന്നിനെയും എതിർക്കരുത്. എതിർത്താൽ നമ്മൾ അതായി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരം എന്താ? ഒന്നിനെയും എതിർക്കാനോ നിഷേധം ചെയ്യാനോ അല്ല. എല്ലാവരിലും ഉള്ളത് ഒരേ ചൈതന്യമാണ്. ആ ചൈതന്യം കൊണ്ട് ഏതൊരു വസ്തുവിനെ വയ്ക്കണോ ആ വസ്തുവെല്ലാം ചൈതന്യവത്തായി തീരുന്നത് പോലെ മുനിവരായി തേവരായി ചെല്ലാ നിന്റെ ഈ താവര ജംഗമത്തുൾ ഈ എത്രയെത്രയോ പിറവി എടുത്ത് 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 നമ്മൾ ഇന്നതാ ഇവിടെ വന്ന് മനുഷ്യരൂപമാണ്ടിരിക്കുന്നു. ഈ മനുഷ്യരൂപത്തിൽ വിവേകമായിട്ട് വന്നിട്ടും നമ്മൾ ഈശ്വരനെ അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും പോയി നമ്മൾ പേയായി, കണങ്ങളായി, അസുരനായി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യണു? അനുഗ്രഹത്തിലൂടെ നമുക്ക് യാവൻ അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വര, പരമേശ്വര രൂപത്തിൽ നമുക്ക് വരണം. ആ ഭഗവാൻ നമുക്ക് അരുൾ തരണു. ഭഗവാന്റെ അനുഗ്രഹം എന്ത് ചെയ്യണു? നമ്മൾ ഈ പ്രാരാബ്ധമാകുന്ന ഹെവി വെയിറ്റിൽ നിന്നും നമ്മളെ ലൈറ്റ് വെയിറ്റ് ആക്കി തന്നെ. എല്ലാ പിറപ്പും പിറന്ന് ഇളന്തേൻ എംപെരുമാൻ. ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് എല്ലാ സ്ഥലത്തും പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം.
പരീക്ഷലോകാൻ എല്ലാം പരീക്ഷിച്ചു നോക്കി. പുല്ലായി നിന്ന് നോക്കി, ചെടിയായി നിന്ന് നോക്കി, പറവയായി നിന്ന് നോക്കി, മൃഗങ്ങളായിട്ട് നിന്ന് നോക്കി, ഇൻസെക്ട്സ് ആയിട്ട് നിന്ന് നോക്കി. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകഥ. നരനായിക്കോട്ടെ, ദേവനായിക്കോട്ടെ, നൃഗവന മൃഗത്വം മശകഥ, വൻമൃഗങ്ങളായിക്കോട്ടെ, വൈൽഡ് അനിമൽ ആയിക്കോട്ടെ, ഒരു കൊതു, ഏറ്റവും സ്മോൾ ക്രീച്ചർ ആയിക്കോട്ടെ, ആ ക്രീച്ചർ ആയാൽ കൂടെയും ഈശ്വര ധ്യാനം കിട്ടിയ അത്രയും നല്ലത്. ഈശ്വര ധ്യാനം, സത്സംഗം കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം. അപ്പൊ ഇവിടെ പലതിലും നമ്മൾ പരീക്ഷിച്ചു നോക്കി, എല്ലാത്തിലും പരീക്ഷിച്ചു നോക്കി. വാസ്തവത്തിൽ സുഖമില്ല. ഈ വേഷം ഇട്ടാൽ സുഖം കിട്ടുമെന്ന് തോന്നും. IT ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ ഏതോ സിവിൽ എഞ്ചിനീയർ ആയ സുഖം കിട്ടുമെന്ന് തോന്നുന്നു. ആ വേഷം കെട്ടി നോക്കണോ, സുഖമില്ല. അതിൽ നിന്ന് വിട്ട് ബാങ്കിങ് ഫീൽഡിൽ പോയാൽ സുഖം കിട്ടും നോക്കണു. ആ ഫീൽഡിൽ പോയാലും ഇതേ ദുഃഖം അവിടെ വരണു. ഇപ്പോഴത്തെ ആൾക്കാര് ഭൂമി ഒന്നും പോരാ, പ്ലൂട്ടോയിലോ നെപ്റ്റ്യൂണിലോ പോയാൽ സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ പോവാൻ പറ്റും, എവിടെ എസ്കേപ്പ് ആവാൻ പറ്റും? ഈ പ്രാരാബ്ദത്തിനെയും കൊണ്ട്. പ്രാരാബ്ദത്തിൽ നിന്നും വി കനോട്ട് എസ്കേപ്പ്. നമുക്ക് എസ്കേപ്പ് ആവാനേ പറ്റില്ല. അപ്പൊ എസ്കേപ്പ് ആവാൻ ഒരു വഴിയുണ്ട്. തമേവ മാർഗം തവ നിർദ്ദിശാമി. ആ മാർഗം ഞാൻ പറഞ്ഞതിന് എന്താ? ഭഗവത് നാമ ജപം. ആ ഭഗവത് നാമ ജപം എന്ത് ചെയ്യുന്നു? നമ്മുടെ ലക്ഷ്യത്തിനെ സത്തിലേക്ക് മാറ്റുന്നു. സത്സംഗത്വം, സത്സംഗം തരണു അല്ലെ. ഈശ്വരനുമായിട്ട് എപ്പോ സമ്പർക്കം ഉണ്ടാവണോ ആ ടൈം വരയ്ക്കുമേ നമുക്ക് പ്രാരാബ്ധം ഉള്ളൂ. അത് കഴിഞ്ഞ പ്രാരാബ്ധം ഇല്ല നമുക്ക് അല്ലെ. മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് ഇன்று വീടുട്രേൻ. മെയ്യേ, ഈശ്വരൻ ഒരു നാമം സത്യം. ഹൃദകും സത്യം പരം ബ്രഹ്മം പുരുഷം കൃഷ്ണ പിങ്കലം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമഃ. ഈശ്വരന്റെ ഒരു നാമമാണ് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ, സത്യം രണ്ടില്ല. സത്യം എന്ന് പറഞ്ഞാൽ ഒരേ അനുഭവം തന്നെയാണ്, മാറാതിരിക്കുന്ന അനുഭവം. ഈ ശരീരം വാസ്തവത്തിൽ സത്യമാണോ എന്ന് ചോദിച്ചാൽ ശരീരത്തിന് പരിണാമമുണ്ട്, നാശമുണ്ട്. ഈ ശരീരത്തിന് നമ്മൾ ആരോപിക്കുന്ന നാമം കൂടെ നല്ല ബലവത്തായിരിക്കുമ്പോൾ നമ്മൾ പറയും ബലവാൻ എന്ന് പറയും. അതേ ശരീരത്തിന് രോഗം വന്നു പോയാൽ രോഗി എന്ന് പേരിടുന്നു നമ്മൾ അല്ലേ. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കൊരു പേര്, പേഷ്യൻ്റ് എന്ന് പേര്. എത്ര വലിയ ആരോഗ്യമുള്ളവൻ ഹോസ്പിറ്റലിൽ പോയി ഒരു OP കാർഡ് എടുത്താൽ അവന് പേര് പേഷ്യൻ്റ്, അവനൊരു നമ്പറും കൊടുക്കും അല്ലേ. അപ്പൊ ഒരേ ശരീരത്തിന് വ്യവഹാര തലത്തിൽ തന്നെ പല പേര് വരുന്നു. ചിലരൊക്കെ വീട്ടിലൊക്കെ പോയാൽ വീടിന്റെ അടുത്ത് സ്കൂളിലൊക്കെ ഇരട്ട പേര് വിളിക്കും അല്ലെ. ഒരേ ആള് തന്നെയാണ്, പക്ഷെ അവരെ പല പേരിട്ട് വിളിക്കുന്നു. അവരുടെ ശരീരമോ നിത്യനിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ടൈമിലും ഓരോ നിമിഷം അണുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ പോയി നമ്മൾ മെയ്യായി നിരന്തരം താൻ അയ്യാതിരന്തിടവേ പൊയ്യാം ഉടമ്പുലകം. പൊയ്യാം ഉടമ്പ് മെയ്യേ അല്ല. മെയ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യമേ അല്ലാത്ത ഈ ഉടമ്പ്, ഈ ശരീരം, അതിനെ നമ്മൾ സത്യം എന്ന് കരുതുമ്പോഴാണ് നമുക്ക് സഫറിങ്. നമ്മൾ അത് പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ഇത് പ്രാരാബ്ധേന സമർപ്പിതം സ്വവഭുഹു. നമ്മുടെ ഈ ശരീരത്തിന് പ്രാരാബ്ധത്തിന് പോയി സമർപ്പിച്ചു കൊടുക്കുക. മെയ്യേ ഉൻ പൊന്നടികൾ കണ്ട് ഇன்று വീടുട്രേൻ. ആ ഭഗവാനെ കണ്ടാ നമുക്ക് വാസ്തവത്തിൽ മുക്തിയുണ്ട്. വീടുട്രേൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള പ്രാരാബ്ധത്തിന്റെ പിടി അങ്ങോട്ട് വിടും. അപ്പൊ പിന്നെ എന്താ സത്യം അല്ലെ? സത്യം രണ്ടില്ല. ഇപ്പൊ നമ്മൾ ജാഗ്രതയിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നത് മുഴുവൻ സത്യമാണ് അല്ലേ. കാരണം ഞാനത് കണ്ടു എന്നറിയാം. എന്നാൽ ഈ ജാഗ്രതയിൽ നിന്നും എപ്പോൾ നമ്മൾ സ്വപ്നത്തിലല്ലേ, വി വിൽ ഫാൾ ഇൻ ടു സ്വപ്നം. എപ്പോൾ സ്വപ്നത്തിലേക്ക് നമ്മൾ വീണോ ആ ടൈമിൽ ഈ ജാഗ്രത എല്ലാം കള്ളമായി പോയി. സ്വപ്നത്തിൽ വേറൊരു ലോകം പ്രകാശിച്ചു. ആ ലോകം സത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിലകൊണ്ടു.
ഇനി അതില് സ്വപ്നത്തിൽ നിങ്ങൾ ആരോ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഓട്ടിക്കുകയാണ്. ആ ടൈമിൽ ഒരാൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വരൂ, കുറച്ചു നേരം ഞാൻ സംസാരിക്കട്ടെ, ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കേയില്ല. എന്താന്ന് വെച്ചാൽ മുമ്പേ നടക്കുന്ന ഗോവു തന്നിൽ പിമ്പേ ഗമിക്കുന്നു മറ്റു ഗോക്കളെല്ലാം. അതുപോലെ ആൾക്കാരെല്ലാം അതില് വിശ്വസിച്ച് വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ മാറി നിന്നിട്ട് സ്വപ്നത്തിൽ കൂടെ വന്ന് ഉപദേശിക്കാന്ന് പറഞ്ഞാൽ കൂടെ നമുക്കത് വേണ്ട. അതുപോലെ ഈ ജാഗ്രത എന്ന് പറയുന്നത് ഒരു സ്വപ്നം. ഈ സ്വപ്നത്തില് ഋഷീശ്വരന്മാരും പല പല ജ്ഞാനികളും ഒക്കെ നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി പല വേഷത്തിലും വരണുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇതിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ കേൾക്കണില്ല, അല്ലേ? നമ്മൾ ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ആ ഓട്ടം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓടി 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 ഉത്കടന്ത ജ്യോതിയെ, ഉള്ളിൽ ആ ജ്യോതി വെച്ചുകൊണ്ടാണ് നമ്മൾ ഓടണത്. എവിടെ പോയി നോക്കിയാലും അതുപോലെ തോന്നും. കാരണം എന്താ? ഉള്ളില് ആ പ്രകാശമാനമായ ശരീരമാണുള്ളത്, ആ പ്രകാശമാനമായിട്ടുള്ള ചൈതന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം പ്രകാശിച്ചിരിക്കുന്നത് പോലെ തോന്നും. നാടി 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 നാട്കടും കടന്നുപോയി. എന്നാ അത് എവിടെയുണ്ട്? എവിടെയുണ്ട് ഈശ്വരൻ? എവിടെയുണ്ട്? കൈലാസത്തിലുണ്ടോ? വൈകുണ്ഠത്തിലുണ്ടോ? ഏതെങ്കിലും ഫേമസ് ക്ഷേത്രത്തിലുണ്ടോ? ഒരിടത്തുമില്ല ഈശ്വരൻ. കിട്ടേയില്ല വെളിയില്. നാടി 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 നാട്കളും കഴിഞ്ഞു പോയി, നാളുകൾ കഴിഞ്ഞു പോയി എന്നല്ലാതെ ഒന്നിനും കിട്ടിയില്ല. വാടി 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 മാണ്ടുപോന മാങ്ങ, വാടി 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 വാടി, ഓടി 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 ഒന്നും കിട്ടാതിരുന്നപ്പോ വാടി വാടി ക്ഷീണിച്ചു പോയി. ഉൾക്കടന്ത ജ്യോതിയും കൊണ്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ ഉള്ളിലിരിക്കണം ആ ചൈതന്യത്തിനെ കൊണ്ട് വെളിയിൽ പോയിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോ മനസ്സ് മാറിക്കൊണ്ടിരിക്കും, ശരീരം മാറിക്കൊണ്ടിരിക്കും. എൻ്റെ സ്വരൂപം അന്ന് തൊട്ട് ഇന്നു വരയ്ക്കും, ജനിച്ച തൊട്ട് ഇതുവരയ്ക്കുമുള്ള ഞാൻ ഒരു മാറ്റമേ ഇല്ല. കണ്ണടച്ചാൽ എന്താണോ അനുഭവം, ആ അനുഭവം ജനിച്ച തൊട്ട് ഇതുവരയ്ക്കുണ്ട്. ജഗത്ത് മുഴുവൻ മാറിപ്പോയി, അല്ലേ? 10 വർഷം മുമ്പ് ഗൾഫിലായിരുന്ന ആള് വീട്ടിൽ വന്ന വഴിയെ മറന്നു പോകണം. കാരണം അയാളുടെ ഇമാജിനേഷൻ, അയാൾ ഇമാജിൻ ചെയ്തു വെച്ചിരിക്കുന്ന വഴിയൊക്കെ പോയി, മാറിപ്പോയി, പരിണാമം സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ ജഗത് മിഥ്യ, ജഗത്ത് മാറിക്കൊണ്ടേയിരിക്കണു. മിഥ്യ എന്ന് പറഞ്ഞാൽ ഒരു കാലയളവില്, നിശ്ചിതമായ കാലയളവില് സത്യം പോലെ പ്രകാശിക്കും. മായ എന്ന് പറഞ്ഞാൽ യുക്തിശൂന്യ വസ്തുപ്രകാശിതം. ഒരു യുക്തിയുമില്ല, പക്ഷെ വസ്തു പ്രകാശിച്ചിരിക്കും. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിന്റെ സങ്കല്പമാണ് നമുക്ക് പല ജന്മങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സങ്കല്പമേ ഇല്ലാതെ ഇരുന്നാൽ, ഒരു സങ്കല്പവും ഇല്ലാതെ ഇരുന്നാൽ നമ്മൾ ഈശ്വരനെ അറിയും. അവന് പിന്നെ ജനന മരണങ്ങളൊന്നുമില്ല, പ്രാരാബ്ധ ദുഃഖമില്ല. ആ ഭഗവാനെ, സത്യത്തിനെ അവൻ ദർശിച്ചു കഴിഞ്ഞാൽ ഇன்று വീടുട്രേൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ ഈ പ്രാരാബ്ധത്തിൽ നിന്നും അവൻ മുക്തി നേടി, ജന്മത്തിൽ നിന്നും അവൻ മുക്തി നേടി. ഇതാണ് ഈ മന്ത്രത്തിലൂടെ പറയണത്. തുടർന്ന് നമുക്ക് കാണാം.